നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേറ്റുവ പാലത്തിൽ അപകടം പതിവാകുന്നു. കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പയ്യന്നൂർ കുഴൽപ്പണ കവർച്ച കേസ്. പഴുവിൽ പെരിങ്ങോട്ടുകര കിഴുപ്പുള്ളിക്കര സ്വദേശികളായ 3 പേർ കൂടി പിടിയിൽ. വയസ്സായി മണിക്കുട്ടിക്ക്. 18 വർഷം പൂർത്തിയാക്കി ജീവന്റെ ജീവൻ പദ്ധതി. 64 ആട്ടിൻകുട്ടികളിലൂടെ മാതൃകയായി തൃത്തല്ലൂർ UP സ്കൂൾ. വാർത്തകൾ തുടരുന്നു. ചേറ്റുവ പാലത്തിൽ വീണ്ടും അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 6:30യോടെയുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ എളവള്ളി സ്വദേശി 22-കാരൻ ദർശന് പരിക്കേറ്റു. പരിക്കേറ്റ യുവാവിനെ ചേറ്റുവയിലെ ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ഭാഗത്തുനിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇന്നോവ കാർ ആദ്യം ബൈക്കിലിടിക്കുകയും തുടർന്ന് മുന്നിലുണ്ടായിരുന്ന പിക്കപ്പ് വാനിന്റെ പുറകിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗവും പിക്കപ്പ് വാനിന്റെ പിൻഭാഗവും തകർന്നു. അപകടത്തെ തുടർന്ന് ദേശീയ പാതയിൽ 3 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വാടാനപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം ചേറ്റുവ പാലത്തിലെ വലിയ കുഴികളാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേശീയപാത കരാർ കമ്പനി താൽക്കാലികമായി കുഴിയടയ്ക്കുന്നതല്ലാതെ ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാണ് ആക്ഷേപം. ദിവസങ്ങൾക്കകം ടാർ ഇളകിപ്പോകുകയും കുഴികൾ വീണ്ടും രൂപപ്പെടുകയും ചെയ്യുന്നതായും നാട്ടുകാർ പറയുന്നു. രാത്രിയിൽ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രവർത്തിക്കാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇരുട്ടിൽ കുഴികൾ കാണാതെ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ നിരവധി അപകടങ്ങളാണ് പതിവാകുന്നത്. ദിനംപ്രതി 100 കണക്കിന് ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവ കടവിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിലേക്ക് കോൺക്രീറ്റ് ഭിത്തികൾ കയറ്റിവെച്ചതും മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും രാത്രിയിൽ വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നുവെന്നാണ് ആരോപണം. ചേറ്റുവ പാലത്തിലെ കുഴികൾ ശാശ്വതമായി പരിഹരിക്കണമെന്നും വൈദ്യുതി വിളക്കുകൾ ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്നും റോഡ് സുരക്ഷാ വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ദേശീയപാത കരാർ കമ്പനിയുടെ അനാസ്ഥയാണ്. എന്നും ചേറ്റുവ പാലത്തിനോടുള്ള അവഗണനയാണ് ഇത്രയും അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. പലതവണ അധികാരികൾക്ക് മുമ്പിൽ ചേറ്റുവ പാലത്തിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെടുകയും ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനോ മറ്റു നടപടികളെടുക്കാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ചേറ്റുവ പാലത്തിൽ ഏകദേശം 2-3 വർഷങ്ങളായി നിരന്തരം പ്രശ്നങ്ങളാണ്. പാലത്തിലെ കുഴികൾ, അതുപോലെ പൊന്തി നിൽക്കുന്ന കമ്പികൾ, ഇതെല്ലാം ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന കരാർ കമ്പനി ഉദ്യോഗസ്ഥരും മറ്റു ദേശീയപാത അധികൃതരും നിരന്തരം കാണുന്നതാണ്. ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഈ ദേശീയപാതയിൽ ഈ ചേറ്റുവ പാലത്തിൽ എത്ര അപകടങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളോടുള്ള ഒരു അവഗണനയും കൂടെയാണ്. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA ET ടൈസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുമതി സുന്ദരൻ, മിനി ഷാജി, MR കൈലാസൻ, KP രാജൻ, TK രാജു, ബീന സുരേന്ദ്രൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, നൌഷാദ് കറുകപ്പാടത്ത്, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, ഫാദർ ജോൺസൺ റോച്ച, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA, PEC ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ SSLC, +2, VHSE പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും LSS, USS, ന്യൂമാറ്റ്സ് വിജയികളെയുമാണ് അനുമോദിച്ചത്. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിച്ച മണ്ഡലത്തിലെ മുഴുവൻ അധ്യാപകർക്കും ആദരവ് നൽകി.
മെഡൽ, മൊമെന്റോ, വൃക്ഷത്തൈ തുടങ്ങിയവയാണ് വിജയികൾക്ക് സമ്മാനിച്ചത്. കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. SSLC +2 ഫലം പുറത്തു വന്നതിന് ശേഷം വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിരവധി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കുകളും വായനശാലകളും ക്ലബ്ബുകളും എന്തിനേറെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെല്ലാം പ്രാദേശികമായും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അനുമോദന പരിപാടികളും ആദര സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രചോദനമാകുന്ന, കരുത്ത് പകരുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OJ ജനീഷ് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യരംഗത്തെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പെരുങ്ങോട്ടുകര സെറാഫിക് CGHS മെറിറ്റ് ഡേ ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ഫിലോജീസ് അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അവാർഡ് സമ്മാനിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി റോസി ദേവസ്യ ക്യാഷ് അവാർഡ് നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ, വാർഡ് മെമ്പർ ഹിമ പ്രവീൺ, ലോക്കൽ മാനേജർ സിസ്റ്റർ ഷെർലി തട്ടിൽ, വികസന സമിതി ചെയർമാൻ MB സജീവൻ, PTA പ്രസിഡന്റ് TB ബൈജു, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെസിൻ ജോസഫ്, നന്ദിത PS എന്നിവർ സംസാരിച്ചു. പെരുങ്ങോട്ടുകര ശ്രീ ഭദ്രകാളി മഠം ട്രസ്റ്റ്, ശ്രീ ഭുവനേശ്വരി നാഗക്കാവിൽ ശ്രീമദ് ഭഗവത്ഗീത പഠന ശിബിരം നടന്നു. ആചാര്യ ശ്രീ സേതുലക്ഷ്മി കൃഷ്ണ നയിച്ച ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് എല്ലാ മാസവും ഗീത ക്ലാസ് നടത്തും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 29-ന് 108 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗുരുപൂർണിമ ശ്രീ വേദവ്യാസ ജയന്തി ആഘോഷവും നടത്തുമെന്ന് ആചാര്യനും മാനേജിംഗ് ട്രസ്റ്റിയുമായ രാജീവ് ശാന്തി അറിയിച്ചു. നമുക്കിപ്പം ഗണപതിയോട് നല്ല ഭക്തിയാണ്. ഇപ്പം നമുക്കൊരു ആവശ്യം വന്നു, ഗണപതിയോട് പറഞ്ഞിട്ട് രക്ഷയില്ല. അപ്പോൾ നമ്മളോട് സുഹൃത്ത് പറയുന്നു, അടുത്ത ദേവീക്ഷേത്രത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കുക, അവിടെ പോയാണ് അവിടെ പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ ഗണപതിയെ അതുവരെ വിചാരിച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്തു, തൽക്കാലം ദേവിയുടെ അടുത്തോട്ട് പോകുന്നു. കുറച്ച് ദിവസം നടന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ല എങ്കിൽ ദേവിയിൽ നിന്ന് നമ്മൾ അടുത്തടുത്തേക്ക് പോകും. അവിടുന്നും നടക്കുന്നില്ല എങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യും, എവിടുന്ന് അടുത്ത മതത്തിലേക്ക്. കറക്റ്റാണ്, എനിക്കറിയാം. അടുത്ത മതത്തിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യും. അതാണ് നമ്മുടെ ഭക്തി. മനസ്സിലായോ? നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ പോകും, അവിടെ പോയാൽ ഇത് കിട്ടും, ഇവിടെ പോയാൽ ഇത് കിട്ടും. തൊട്ടടുത്തുള്ള ഇതുപോലുള്ളിടത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതി. ശാന്തമായിട്ട് നമുക്ക് സംവദിക്കാം. നമ്മൾ പ്രദക്ഷിണം ചെയ്യും. എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്? ഇപ്പം എല്ലാവരും ഓടുകയാണ്. പ്രദക്ഷിണം ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ നിറഗർഭിണി മൺകുടത്തിൽ നിറയെ എണ്ണ, തുളുമ്പ എണ്ണയുമായിട്ട് എങ്ങനെ നടന്നു പോകും? ആ സമയത്താണ് ഭഗവാൻ നമ്മളിലേക്ക് സന്നിവേശിക്കുന്നത്.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാഴൂർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും ചാഴൂർ CP ഹാളിൽ ചേർന്നു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NI ഗോപി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KT ഷൺമുഖൻ അനുശോചനം രേഖപ്പെടുത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി CO കൊച്ചു മാത്യു മുഖ്യാതിഥിയായി. അന്തിക്കാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KR പുഷ്പവലി നവാഗതരെ സ്വീകരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. മുൻ സംസ്ഥാന കൌൺസിൽ അംഗം EV ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് നിരീക്ഷകൻ ബാലകൃഷ്ണൻ കൊച്ചത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK സൈദു, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മാസ്റ്റർ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ KN സുധീർ, മനോജ് കുമാർ KM, വനിതാ കൺവീനർ KM സുമതി, വൈസ് പ്രസിഡന്റ് KT ഷൺമുഖൻ, യൂണിറ്റ് ട്രഷറർ MD ബാബു എന്നിവർ സംസാരിച്ചു. രംഗം അതിലത്തെ പ്രധാന പ്രവർത്തകനായിരുന്നു നമ്മുടെ ചെത്തിക്കാടിൻ്റെ വാസുദേവന്മാർ. അതുപോലെ 2 വർഷം മുമ്പ് 104-ാമത്തെ വയസ്സിൽ ജനിച്ച നമ്മുടെ ചിത്രം നമ്പൂതിരിപ്പാട്. ഇവിടെയൊക്കെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ ഈ സംഘടന ഈ KSSU എന്ന പേരിൽ രൂപീകൃതമായത്. അതിന് മുമ്പ് പല പേരിലും പ്രവർത്തിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ സംഘടിക്കുകയും ശക്തരാകുകയും എന്ന് പറഞ്ഞ ആ തത്വത്തിൽ ഊന്നിയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലെ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും അന്തിക്കാട് പെൻഷൻ ഭവൻ ഹാളിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VB കൈലാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ശ്യാമളാദേവി ടീച്ചർ നവാഗതരെ സ്വീകരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി TS വിശാലാക്ഷി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് EG വിദ്യാസാഗരൻ,
സെക്രട്ടറി കെ എ പ്രതാപൻ, ട്രഷറർ ഉണ്ണി നെച്ചിക്കോട്ട് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അപ്പൊ അങ്ങനെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് എല്ലാ യൂണിറ്റുകളിലും ഇപ്പോ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താന്യം യൂണിറ്റ് കൺവെൻഷൻ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ വിമുക്ത ഭട ഭവൻ ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് ട്രഷറർ ടി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് പി ശശിധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി. രക്ഷാധികാരി പി ആർ സിദ്ധാർത്ഥൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം ടി കെ പീതാംബരൻ, അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി കെ രാധാമണി ടീച്ചർ, നിരീക്ഷകൻ കെ കെ സെയ്തു, സംസ്ഥാന കൌൺസിൽ അംഗം കെ പി ദിനേശൻ മാസ്റ്റർ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ സുധീരൻ മാസ്റ്റർ, യൂണിറ്റ് സാംസ്കാരിക വേദി കൺവീനർ പി പി സജിത്, യൂണിറ്റ് വനിതാ വേദി കൺവീനർ ശ്രീദേവി കരുണാകരൻ, എം സതിദേവി ടീച്ചർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എൻ പ്രദീപ് കുമാർ, യൂണിറ്റ് സെക്രട്ടറി രാജൻ പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് വിരമിക്കൽ നടത്തിയതിനു ശേഷം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ പിന്തുണയേകുന്നൊരു മഹാപ്രസ്ഥാനമാണ്. ഇവിടെ രാജകൾ സൂചിപ്പിച്ചതുപോലെ 1990കളുടെ തുടക്കത്തിൽ ആലോചിക്കുകയും തുടർന്ന് നീണ്ടുനിന്ന കൂടിയാലോചനകളുടെയും ചർച്ചകളുടെയും ഒക്കെ ഭാഗമായി കേരളത്തിൽ രൂപീകൃതമായ ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും സംഘടിത സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഈ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ജാതിക്കും മതത്തിനും അതീതമായി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമൊന്നുമില്ലാതെ സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിന്ന് പെൻഷൻ പറ്റിയ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുക എന്ന ഉത്തരവാദിത്തപൂർണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സംഘടന. മണലൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് കൂട്ടായ്മയുടെ സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീത് പാറമേൽ, കെ വി വിനോദൻ, ജോജു തെക്കാനത്ത്, സിന്ധു ശിവദാസ്, കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ബി ജോഷി, കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ ഹരീഷ്, സി എം ശ്യാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വാർഡംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടത്തും. മണലൂർ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MM മേഘന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ സച്ചിൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, CPM ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത്, ഗീത ഭരതൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, SFI ഏരിയ സെക്രട്ടറി അസൽ, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ PS ജിത്ത്, AM ഗായത്രി, KA അജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി PA രമേശൻ ചെയർമാനും DYFI ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി K സച്ചിൻ കൺവീനറായും 109 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഇക്കോ ഷോപ്പും കുടുംബശ്രീയും സംയുക്തമായി കർഷക സഭ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. മണലൂർ നിയോജക മണ്ഡലം MLA പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മണലൂർ കൃഷി ഓഫീസർ സ്വാതി സാബു പദ്ധതി വിശദീകരണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ ടീച്ചർ, മണലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സന്തോഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി വേണുഗോപാൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കാവ്യ പ്രശോഭ്, PK കൃഷ്ണൻ, KK പ്രകാശൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആശ സുധീരൻ, സുധർമ്മൻ ചിരുകണ്ടത്ത്, മിനി അനിൽകുമാർ, സുഖിമോൾ, KV ഡേവിസ്, ടോണി അത്താണിക്കൽ, പ്രസന്ന മനോജ്, പുഷ്പ വിശംഭരൻ, അമ്പിളി ശശി, സിന്ധു ശിവദാസ്, സുനിത ബാബു, വിനീത് പാറമേൽ, കവിത രാമചന്ദ്രൻ, PT ജോൺസൺ, ജോജോ തേക്കാനത്ത്, KV വിനോദൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജിഷ സുരേഷ്, ഇക്കോ ഷോപ്പ് പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കർഷകർക്ക് കൂർക്കത്തല, പച്ചക്കറി തൈകൾ തുടങ്ങിയ നടീലിനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. മഴ, അടുത്ത് പറയും മഞ്ഞ്, പിന്നെന്താണ് ചൂട്,
ഈ കാലാവസ്ഥ ഇങ്ങനെയുള്ളത് എന്തിനാ? ചെടി നടാൻ, മണ്ണിൽ വേര് ഉറയ്ക്കാൻ, ചെടിയിൽ ഇലകൾ വളരാൻ, ചെടിയിൽ പൂക്കാൻ, പിന്നെ കറിക്കാൻ. കണ്ടോ? അപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ പോണത് പ്രകൃതിയിലെ കൃഷി ഇങ്ങനെ വളർത്താൻ വേണ്ടിയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ഒരു ആട്ടിൻകുട്ടിയിൽ തുടങ്ങി 18 വർഷത്തിനിടെ 64 ആട്ടിൻകുട്ടികളിലൂടെ വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും സഹജീവി കരുതലും വളർത്തിയ അപൂർവ പദ്ധതിയുമായി തൃത്തല്ലൂർ UP സ്കൂൾ വീണ്ടും ശ്രദ്ധേയമാകുന്നു. 19 വയസ്സ് പിന്നിട്ട മണിക്കുട്ടി എന്ന ആടിനെ ആസ്പദമാക്കി ആരംഭിച്ച ജീവന്റെ ജീവൻ പദ്ധതി പൂർണ്ണ ലക്ഷ്യത്തിലെത്തിയതിന്റെ ആഘോഷവും ഈ വർഷത്തെ ഗോഡ് ക്ലബ് നറുക്കെടുപ്പ് വിതരണവും സ്കൂളിൽ നടന്നു. 2008 വിദ്യാർത്ഥികൾ
പച്ചക്കറി വിറ്റ് ലഭിച്ച പണവും പോക്കറ്റ് മണിയും ചേർത്ത് അധ്യാപിക KB മിനിയുടെ നേതൃത്വത്തിൽ വാങ്ങിയ ആട്ടിൻകുട്ടിയായിരുന്നു മണിക്കുട്ടി. സ്കൂളിൽ വളർന്ന മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് കൈമാറി. ആദ്യ പ്രസവത്തിലെ ആട്ടിൻകുട്ടികളെ വീണ്ടും സ്കൂൾ ഗോഡ് ക്ലബ്ബിലേക്ക് നൽകണമെന്ന വ്യവസ്ഥയോടെയായിരുന്നു പദ്ധതി മുന്നോട്ടു പോയത്. 18 വർഷത്തിനിടെ മണിക്കുട്ടിയുടെ 15ാം തലമുറ വരെ എത്തുകയും ആകെ 64 ആട്ടിൻകുട്ടികൾ വിദ്യാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്തു. ഈ വർഷം നസ്ര വളർത്തിയ നങ്ങേണിയുടെ മകൾ ചിന്നൂട്ടി, ശ്രീലക്ഷ്മിയുടെ കിങ്ങിണിയുടെ മകൾ കുഞ്ഞുട്ടി, മുഹമ്മദ് സിനാന്റെ പൊന്നുവിന്റെ മകൾ പൊന്നുട്ടി എന്നിവ നബീല നിയാസ്, മുഹമ്മദ് റിവാസ്, മുബഷിർ എന്നിവർക്ക് വളർത്താനായി കൈമാറി. വലപ്പാട് ഉപജില്ലയിലെ വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും സഹജീവി കരുതലും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ജീവന്റെ ജീവൻ ക്ലബിന്റെ സ്ഥാപക ചെയർമാനായ മുൻ MP TN പ്രതാപൻ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണിക്കുട്ടിയുടെ തലമുറയിലെ ആട്ടിൻകുട്ടികളെ വിദ്യാർത്ഥികൾക്ക് കൈമാറി. സ്കൂൾ ബാഗിൽ കൊണ്ടുവന്ന ഒരു പിടി പുല്ലും 10 പ്ലാവിലെയും ഭക്ഷണമാക്കി. കുട്ടികൾക്കൊപ്പം സ്കൂൾ ഔഷധത്തോട്ടത്തിൽ വളർന്ന മണിക്കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിലും അതിന്റെ തലമുറകൾ ഇന്നും തൃത്തലൂർ UP സ്കൂളിലെ കുട്ടികളുടെ ജീവനായി തുടരുകയാണ്. മുൻ MLAയും മുൻ MPയുമായ TN പ്രതാപന്റെ ആശയത്തിന് KS ദീപൻ മാസ്റ്ററും സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ PD സുരേഷും ചേർന്നാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. പിന്നീട് സംസ്ഥാന സർക്കാർ ഇത് മാതൃകാ പദ്ധതിയായി അംഗീകരിച്ച് കേരളമാകെ വ്യാപിപ്പിച്ചു. ഗോഡ് ക്ലബ്ബിലെ അംഗങ്ങളുടെ ആടുകൾക്ക് ആവശ്യമായ ചികിത്സയും മരുന്നുകളും ഡോക്ടർ PD സുരേഷ് സൗജന്യമായി നൽകി വരുന്നു. സ്കൂൾ ഔഷധക്കാട്ടിലെ ഹരിത ക്ലാസ് മുറിയിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് AA ജാഫർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KS ദീപൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ PD സുരേഷ് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക PV ശ്രീജ മൗസമി, മുൻ പ്രധാനാധ്യാപിക KG റാണി ടീച്ചർ, KB മിനി, V ഉഷ കുമാരി, MPTA പ്രസിഡന്റ് രജനി, PP ജ്യോതി, KS ഷീന, NS നിഷ, അജിത് പ്രേം, BAV നിഷ, H ഷാഹിന, സ്വാലിഹ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിൽ നിന്നാണ് മക്കളെ അത് പിന്നീട് നമ്മൾ നാട്ടിക നിയോജക മണ്ഡലത്തിലും കൊടുങ്ങല്ലൂരും ഒക്കെ നടപ്പിലാക്കി. ഇപ്പോൾ അത് കേരളത്തിലില്ലെങ്കിലും ഇന്ന് നിലനിന്ന് പോണ ഏക സ്ഥലം കേരളത്തിൽ തൃത്തല്ലൂർ UP സ്കൂളാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് യുവമോർച്ച മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ ജനക്ഷേമ ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് PS അരുൺ അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KR അഖിൽദാസ്, BJP മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി, TS സുഷിൽ, രോഹിത് രാജ്, വിഷ്ണു പ്രകാശ്, KV സതീഷ്, ശ്രീഹരി, ശ്രീനാഥ്, രാജൻ മഠത്തിൽ, പ്രസീത, സാൻഡി, അനുമോൾ എന്നിവർ പങ്കെടുത്തു. മണ്ഡലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. പല ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികളായിട്ട് കഴിഞ്ഞ ജൂൺ 5 മുതൽ ആരംഭിച്ച ഓരോ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മോദി സർക്കാർ 2014 അധികാരത്തിൽ വന്ന സമയത്ത് ആരംഭിച്ച ജനക്ഷേമ പദ്ധതികൾ. നമുക്കറിയാം അതിന് മുമ്പ് കോൺഗ്രസ് സർക്കാർ കാലങ്ങളോളം ഭാരതത്തിൽ ഭരണം നടത്തിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ട വ്യക്തിപരമായിട്ടുള്ള സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള സഹായങ്ങളോ ക്ഷേമ പദ്ധതികളോ യാതൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഏകദേശം ഒരു 60-65 വർഷക്കാലം ഭാരതം ഭരിച്ച കോൺഗ്രസ് സർക്കാരിന് സാധിച്ചിട്ടില്ല. പാലക്കാട് വിളയൂരിലെ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് റാഫി ഉൾപ്പെട്ട കുഴൽപ്പണ കവർച്ചാ കേസിൽ 3 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ ചെമ്മണി വീട്ടിൽ വിപിൻ, പെരുങ്ങോട്ടുകര വന്നണി സിബി, കിഴുപ്പള്ളിക്കര അമ്പലത്തു വീട്ടിൽ ഷജഹാൻ എന്നിവരെയാണ് ഇടപ്പള്ളി ദേശീയപാതയിൽ വാഹനത്തിൽ രക്ഷപ്പെടുത്തുന്നതിനിടെ പിന്തുടർന്ന് പിടികൂടിയത്. കളമശ്ശേരി പോലീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അന്തിക്കാട് സ്റ്റേഷനിലെത്തിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 5ആയി. കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് പറയുന്ന കട്ടിംഗ് നബീലിനെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. പെൺസുഹൃത്തിനൊപ്പം ദുബായിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. കവർച്ചയ്ക്കായി ഉപയോഗിച്ച കാർ വാടകയ്ക്കെടുത്ത CB ശർമ്മയും നേരത്തെ പിടിയിലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ആകെ 11 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൃപ്രയാറിനടുത്ത് പൈനൂരിൽ വെച്ച് വിളയൂർ സ്വദേശി മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കുഴൽപ്പണമാണ് കാർ ആക്രമിച്ച് കവർന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നിലവിലെ കേസിൽ 16.25 ലക്ഷം രൂപ നഷ്ടമായെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളെ കണ്ടെത്തുന്നതിനായി പോലീസ് 8 പ്രത്യേക സ്ക്വാഡുകളിലായി തിരിഞ്ഞ് അന്വേഷണം തുടരുകയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിലും ഇതര സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം അന്വേഷണം പുരോഗമിക്കുകയാണ്. മുഹമ്മദ്
മുഹമ്മദ് റാഫിയാണ് രൂപ ഡോളറാക്കി മാറ്റുന്നതിനായി ഏജന്റായ രഞ്ജിത്തിനെ സമീപിച്ചതെന്നാണ് അന്വേഷണ വിവരം. സമാന കേസുകളിൽ പ്രതിയായ രഞ്ജിത്തുമായുള്ള മുഹമ്മദ് റാഫിയുടെ ബന്ധവും ഇതിനു മുമ്പും സമാന സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കളമശ്ശേരി സ്റ്റേഷനിലെ SI-മാരായ സെബാസ്റ്റ്യൻ പി ചാക്കോ, AK എൽദോ, CPO ബേസിൽ മാത്യു എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ മികവ് 2026 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ മെമ്പർ KP സന്ദീപ് അധ്യക്ഷനായി. പുരസ്കാര വിതരണം ഗീതാഗോപി MLA നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CK കൃഷ്ണകുമാർ, ഷില്ലി ജിജുമോൻ, NA പീതാംബരൻ, സിജി മോഹൻദാസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. താന്യം ഡിവിഷന്റെ മെമ്പറായിട്ടുള്ള ശ്രീ KP സന്ദീപ് നമ്മുടെ സ്കൂളിൽ വെച്ച് ഇതുപോലെയുള്ളൊരു ആദരവ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയും പ്രസിഡന്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇത്രമാത്രം പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സദസ്സിനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര പേർ ഉണ്ടാവാറില്ല സാധാരണ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്കൂള്, കുറേ വർഷങ്ങളായി നമുക്ക് 100% വിജയം നേടിത്തരുന്നൊരു സ്കൂള്, കെട്ടിലും മട്ടിയിലും താടിയിലും മൂടിയിലുമെല്ലാം ഒരു അൺഎയ്ഡഡ് സ്കൂളിനോട് കിടപിടിക്കാവുന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്ന ഈ സ്കൂളിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനോടൊപ്പം 100% വിജയം നേടിയ സ്കൂളുകളെ, അവിടുത്തെ പ്രധാന അധ്യാപകരടക്കമുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ന് കലാ, കായിക, കാർഷിക, വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ് എന്നുള്ളതാണ്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോവിൽ തെക്കേ വളപ്പിൽ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീപാർവതി എന്ന മത്സ്യബന്ധന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. 3 തൊഴിലാളികൾ ചേർന്ന് മത്സ്യബന്ധനത്തിനായി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെയാണ് അപകടം. ശക്തമായ തിരമാല വള്ളത്തിൽ ആഞ്ഞടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളം മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന കോഴിശ്ശേരി പ്രസാദ്, പോണത്ത് സുധീഷ്, കൈതവളപ്പിൽ കണ്ണൻ എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അപകടത്തിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വടം ഉപയോഗിച്ച് വള്ളം കരയിലേക്ക് കയറ്റി. വള്ളത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ രഘുനാഥ്, ASI രാജി, CPO ആദിശിവ, സ്കൂൾ പ്രധാനാധ്യാപിക CB നിഷ, മെറിൻ C ചിന്നൻ, TS ജയ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ ആർദ്ര VU, സനുപ്രിയ സതീഷ്, ഫുവാദ് ആരിഫ്, മുഹമ്മദ് അസിഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ ലഹരിയുടെ അപകടത്തെക്കുറിച്ച് പോസ്റ്റർ പ്രചരണവും നടത്തി. കോവിഡ്-19 മഹാമാരിയിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ VR കൃഷ്ണതേജ IASന്റെ നേതൃത്വത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ ടുഗദർ ഫോർ തൃശൂർ ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം പദ്ധതിയുടെ 4ാം ഘട്ടത്തിന് തുടക്കമായി. വലപ്പാട് സരോജിനി പത്മനാഭൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ പുരോഗതിയുടെ അടിത്തറയാണെന്നും പ്രതിസന്ധികൾ നേരിട്ട കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും
വിശ്വാസവും കരുതലും ഉറപ്പാക്കാൻ സമൂഹം ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ റതി ജ്വല്ലേഴ്സ് MD സുഷമ നന്ദകുമാർ, മബിൻ ലിമിറ്റഡ് MD VS പ്രസന്നൻ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ്, മണപ്പുറം ഫിനാൻസ് ചീഫ് PRO സനോജ് ഹെർബർട്ട്, CSR ഹെഡ് ഷിനിത ആഷിഖ്, മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കാരണം എപ്പോഴും ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമുള്ള ആളുകളാണ് പിന്നീട് സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുള്ളത്. അത് ചരിത്രം പരിശോധിച്ചാലേക്ക് മനസ്സിലാവും. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള കുട്ടികളെക്കാളും അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെക്കാൾ പിന്നീട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചു വരുന്ന കുട്ടികളാണ്. ആ നിലയ്ക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് കുറച്ച് കാലങ്ങൾ കൊണ്ട് മാഞ്ഞു പോകും. പിന്നെയുള്ളൊരു വലിയൊരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇന്ന് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ വിജയകരമായി നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ 65 വനിതകൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ് അധ്യക്ഷത വഹിച്ചു. CFO ഫിഡൽ രാജ്, ICDS സൂപ്പർവൈസർ ജസീറ എന്നിവർ സംസാരിച്ചു. അമ്മയാണ്. ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു നീന്തൽ പഠിക്കണം. പക്ഷെ വെള്ളത്തിൽ വീണിട്ട് പേടിച്ചിട്ട് അന്ന് പറ്റിയില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്താ പറയുക, ഞങ്ങളുടെ മിസ്സുണ്ട്, അടിപൊളി മിസ്സാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വൈമാൾ, റെയ്ഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. റെയ്ഹാൻ കോളേജിൽ നിന്നാരംഭിച്ച ലഹരി വിരുദ്ധ റാലി വൈമാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പരിപാടിയിൽ വലപ്പാട് CI അനിൽകുമാർ, SI നൂറുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ മൈം ശ്രദ്ധേയമായി. പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. വൈമാൾ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലഹരി വിമുക്ത സമൂഹം സൃഷ്ടിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പരിപാടി സമാപിച്ചത്. ഒരു വലിയ വിപത്തിനെ തുടച്ചുമാറ്റി നമ്മുടെ കൊച്ചു കേരളത്തെ സന്തോഷപൂരിതമായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പുതുതായിട്ട് നിലനിൽക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇതിൽ ഒരു ചെറിയ കണക്ക് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ദുരൂഹത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏകദേശം 13 ലക്ഷം കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേറ്റുവ പാലത്തിൽ അപകടം പതിവാകുന്നു. കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പൈനൂർ കുഴൽപ്പണ കവർച്ച കേസ്. പഴുവിൽ പെരിങ്ങോട്ടുകര, കിഴുപ്പുള്ളിക്കര സ്വദേശികളായ 3 പേർ കൂടി പിടിയിൽ. പത്തൊൻപത് വയസ്സായി മണിക്കുട്ടിക്ക്. 18 വർഷം പൂർത്തിയാക്കി ജീവൻ ജീവന്റെ ജീവൻ പദ്ധതി. 64 ആട്ടിൻകുട്ടികളിലൂടെ മാതൃകയായി തൃത്തല്ലൂർ UP സ്കൂൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.